ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിട്ടുള്ള സൗരവ് രജ്പുത്ത് അദ്ദേഹത്തിന് ഭാര്യയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്ന നിരാശയെ തുടർന്ന് സ്വന്തം ജോലി തന്നെ ഉപേക്ഷിച്ച ഒരു പാവം മനുഷ്യൻ. പിന്നീട് മകൾ ജനിക്കുന്നതിനെ തുടർന്ന് അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിക്കുകയും ഈ ഇടയ്ക്ക് നാട്ടിലേക്ക് ഫെബ്രുവരി 24 മകളുടെ 6ാം പിറന്നാളിൽ മീററ്റിലേക്ക് വരികയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന് മാർച്ച് 4 മരണപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ കാണാതാകുന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതകം തിരിച്ചറിയപ്പെടുന്നതെന്ന് പറയുന്നത്. അതായത് അത്രയും അദ്ദേഹം സ്നേഹിച്ച, ആഴത്തിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച, വീട്ടുകാരെ പോലും ഈ പറയുന്ന ജോലി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ വീട്ടുകാരോട് പോലും തർക്കിച്ച ആ മനുഷ്യനെ ഒരു തരത്തിൽ കരുണയും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കാമുകനും കൂടി ചേർന്നിട്ട് 15 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി വീപ്പയിലാക്കി സിമൻ്റ് ഇട്ട് മൂടുന്നു. ഇതിന് സാക്ഷ്യം വഹിക്കുന്ന പാവം ആ 6 വയസ്സുകാരിയായിട്ടുള്ള മകളുടെ അവസ്ഥ. ഈ മകൾ പലരോടും ഈ കാര്യം വെളിപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് അന്വേഷണം ശക്തമാകുന്നു. ഭാര്യയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയും. അതായത് ഇവരുടെ കല്യാണം കഴിയുന്നു. അതിനെ തുടർന്ന് ഇദ്ദേഹം ഈ പറയുന്ന കണക്ക് മീററ്റ്, ഉത്തർപ്രദേശിലാണ് ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത്. സൗരവ് രജ്പുത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത്. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഈ പറയുന്ന വിവാഹത്തിന് ശേഷം തിരിച്ചു പോകേണ്ടിയൊക്കെ വരുന്ന സമയത്ത് ഭാര്യയോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിലേക്ക് തന്നെ വരുന്നത്. ആ സമയത്ത് വീട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. കാരണം ജോലിയൊക്കെ ഉപേക്ഷിക്കുന്നതിൻ്റെ പേരിൽ. എന്നിട്ട് വീട്ടിൽ നിന്ന് അദ്ദേഹം ഒരു വാടക വീട് എടുത്തിട്ട് ഭാര്യയും കൂട്ടി അങ്ങോട്ടേക്ക് മാറുകയാണ്. ഇതിന് ശേഷമാണ് കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് പിന്നീട് മനസ്സിലാവുന്നു ഇവർക്ക്, അതായത് സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരു പയ്യനുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു യുവാവുമായിട്ട് വിവാഹേതര ബന്ധം അല്ലെങ്കിൽ അവിഹിത ബന്ധമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. പക്ഷേ ഭാര്യയോട് അത്രയും ആഴത്തിൽ സ്നേഹിച്ചത് കൊണ്ടാവാം ആ മനുഷ്യൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു മകളാണ് ജനിച്ചത്, ജോലിയില്ലാത്ത അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പറയുന്ന കുറേയധികം ക്രൈസിസുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം തിരിച്ച് മർച്ചന്റ് നേവിയിലേക്ക് തുടരാൻ വേണ്ടി 2023 ശ്രമിക്കുന്നു. അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തത്, രാജ്യം വിട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഈ പറയുന്ന 24 മകളുടെ 6ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹം മീററ്റിലേക്ക് എത്തുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കൂടുതലായി കൊടുത്ത് അദ്ദേഹത്തിനെ മയക്കി കിടത്തിയതിന് ശേഷം കത്തി വെച്ച് അദ്ദേഹത്തിനെ മൂർച്ച കൊല്ലുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 15 കഷ്ണങ്ങളാക്കി വീപ്പയിലാക്കി സിമൻ്റ് ഇട്ട് മൂടുന്നു. ഇതിന് സാക്ഷിയായി മകൾ നിൽക്കുന്നതിനെ തുടർന്ന് മകളെ അവിടുന്ന് മാറ്റുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് വന്ന് ഈ പറയുന്ന വാർത്തകളുടെ അന്വേഷണങ്ങളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെയൊക്കെ ഫലമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ കാമുകനും മയക്കുമരുന്നിന് അടിമയാണെന്നുള്ള വാർത്തയൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഇവരുടെ പിതാവ് തന്നെ അതിനെ സാക്ഷ്യം വഹിക്കുക അല്ലെങ്കിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ സൗരവ് അറിഞ്ഞു കഴിഞ്ഞാൽ എതിർക്കും എന്നൊരു പേടി അല്ലെങ്കിൽ ഇവരുടെ ബന്ധത്തിന് തടസ്സമായിട്ട് സൗരവ് നിൽക്കും എന്നൊരു സംഭവത്തിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ ഈ പറഞ്ഞ കൊലപ്പെടുത്തുന്നത്, അതിദാരുണമായിട്ട് കൊലപ്പെടുത്തുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വാർത്ത കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ കാലത്ത് നടക്കുന്ന സമകാലികമായിട്ട് നടന്നു പോകുന്ന ഒരുപാട് വാർത്തകളെ ഈ ഒരു കാര്യം കേട്ട സമയത്ത് ഓർക്കാൻ കഴിയുന്നുണ്ട്. അതായത് പ്രണയിച്ച് കല്യാണം കഴിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോയതിന് ശേഷവും മറ്റൊരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ കടന്നു വരുന്നു, അവർക്ക് എങ്ങനെ ഒരു സ്ഥാനം കിട്ടുന്നു എന്നൊരു സംഭവം ഇപ്പം കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് ഈ പറയുന്ന 2 മക്കളുണ്ടാവും, 3 മക്കളുണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാത്ത സ്ത്രീകളടക്കം ഭർത്താവിനെ കൊന്നിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കുഞ്ഞിനെ കൊന്നിട്ട് കാമുകനോടൊപ്പം സ്വന്തം സുഖജീവിതം മാത്രം നോക്കി പോകുന്ന ഒരുപാട് വാർത്തകൾ കാണുന്നു. ഇതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയെയും മക്കളെ ഉപേക്ഷിച്ച് കാമുകിമാരോടൊപ്പം പോകുന്ന വാർത്തകളും ഒരുപാടായി കേൾക്കുന്നു. ഈ ഒരു വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്താണ് സൗരഭ് എന്ന് പറയുന്ന ഈ ഒരു യുവാവിൻ്റെ വാർത്ത ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് പറയുന്നത്. കാരണം അത്രയും ആഴത്തിൽ തൻ്റെ പാതിയെ സ്നേഹിച്ച ഒരു പാവം മനുഷ്യൻ, അവൾക്കും അവളുടെ മകൾക്കും അല്ലെങ്കിൽ തങ്ങളുടെ മകൾക്കും വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായ ഒരു പാവം മനുഷ്യൻ. ഒരുപക്ഷെ ഈ പറയുന്ന വിവാഹബന്ധം അവസാനിപ്പിക്കാം എന്നൊരു തലത്തിലേക്ക് എത്തുന്ന സമയത്ത് പോലും തൻ്റെ മകളുടെ ഭാവി എന്നൊരു ചോദ്യചിഹ്നം മാത്രം ആലോചിച്ചിട്ടാണ് സൗരവ് പലപ്പോഴും ആ ഒരു കുടുംബജീവിതത്തിലേക്ക് പിന്നീടും തുടർന്നു പോയത് എന്നൊരു സംഭവമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ല മനസ്സിനൊരു ഉടമയായിട്ടുള്ള ഒരു മനുഷ്യനെയൊക്കെ തൻ്റെ പാതിയായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് കിട്ടാൻ ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടോ എന്ന് ആലോചിക്കുന്ന സമയത്താണ് ആശ്ചര്യം തോന്നിപ്പോകുന്നതെന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക്, ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഭർത്താവും ഭാര്യയുമായിട്ടുള്ള അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിന് അല്ലെങ്കിൽ ആണിന് സ്ഥാനം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ബന്ധത്തിൽ എന്തൊക്കെയോ വിള്ളലുകളോ അല്ലെങ്കിൽ എന്തൊക്കെയോ അകൽച്ചകളോ സംഭവിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഇടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോണിൻ്റെ ഭയങ്കര
ഭയങ്കരമായിട്ടുള്ള ഉപയോഗം തന്നെയാണ്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്, ഒരുപാടുണ്ട്, ഇൻസ്റ്റയുണ്ട്, ഈ പറയുന്ന വാട്സപ്പ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള കാര്യങ്ങൾ, ഇതിലപ്പുറമുള്ള കുറേയധികം ആപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന സമയത്ത് തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും സംസാരിക്കാതെ വെറും മെസ്സേജുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന വോയിസ് മെസ്സേജുകളോ ഇതൊക്കെ മാത്രമായിട്ട് മാറുന്ന കുറേയധികം ബന്ധങ്ങൾ. ഒരുപക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു വീട്ടിൽ താമസിക്കുന്ന സഹോദരങ്ങൾ പോലും വല്ല കാര്യങ്ങൾ പറയണമെങ്കിൽ പോലും തൊട്ട് താഴേക്ക് ഇറങ്ങി വന്നോ അല്ലെങ്കിൽ മുകളിലേക്ക് കയറി പോയിട്ടോ ഇവിടേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് ഇന്നതാണ് നടക്കാൻ പോകുന്നതെന്ന് പോലും പറയാൻ ശ്രമിക്കാതെ ഫോണിലൂടെ വാട്സപ്പിലൂടെ മെസ്സേജ് മാത്രമായിട്ട് പറയാൻ ശ്രമിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറയുന്ന സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ ഷെയർ ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത്, സ്പെൻഡ് ചെയ്തിരുന്ന കുടുംബാംഗങ്ങളുമായി സ്പെൻഡ് ചെയ്തിരുന്ന ടൈം ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭാര്യമാരും ഭർത്താക്കന്മാർ രണ്ടുപേർക്കും ഓഫീസിൽ ജോലിയുള്ള വീട് കാണും, അല്ലെങ്കിൽ ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന വീട് കാണും. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾ രാത്രിയിലേക്ക് വരുന്ന സമയത്ത് അവരവരുടെ ഈ പറയുന്ന ജോലി ഭാരങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുന്ന, ടെൻഷൻസ് പങ്കുവെക്കുന്നത്, അടുത്ത ഇനി ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള ഓരോ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടുന്ന, ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കട്ടിലിൻ്റെ രണ്ട് വശത്തേക്ക് മുഖം തിരിച്ച് കിടക്കുന്ന ഈ പറയുന്ന ദമ്പതിമാർ, രണ്ടുപേരുടെ കയ്യിലും ഫോൺ കാണും, ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നടുക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളെയും കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും സ്വന്തം ഭർത്താവിന് നിങ്ങൾക്ക് വല്ല ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നിയാൽ പോലും ചോദിക്കാത്ത ഭാര്യ, ഇനി ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാത്ത ഭർത്താവ്, ഒരു പരിചയമില്ലാത്ത സ്ത്രീകളുമായി പുരുഷന്മാരുമായിട്ട് ഇവർ രണ്ടുപേരും, ഈ രണ്ട് കൂട്ടരും ഈ പറയുന്ന നീ ഫുഡ് കഴിച്ചോ, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ ഈ പറയുന്ന വിതുമ്പി നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാകുന്നൊരു ഗ്യാപ്പ് ആ റിലേഷൻ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് അവിടെ ഈ പറയുന്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രധാന വിള്ളലിന് കാരണമായി തീരുന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇവളെക്കാളും ബെറ്ററാണ് അവള്, അല്ലെങ്കിൽ ഇവനെക്കാളും ബെറ്ററാണ് അവൻ എന്ന തോന്നലുണ്ടാകും. കാരണം ഭാര്യ ചിന്തിക്കുന്ന സമയത്ത് തന്നോട് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ തൻ്റെ കൂടെ ഇരുന്ന് 5 മിനിറ്റ് പോലും സംസാരിക്കാത്ത ഒരു ഭർത്താവ് ആ സമയത്ത് ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു പുരുഷൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ചോ, നീ ഇന്ന് കഴിച്ചോ, നിന്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ എന്ന് കൃത്യമായി കണക്കൂട്ടി നേരത്തെ പറയുന്ന വലയിലാക്കാൻ വരുന്ന കുറേ പുരുഷന്മാർ. പക്ഷേ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ അതിലേക്ക് വീണു പോകുന്ന സ്ത്രീകൾ. ഇതേ അവസ്ഥ തന്നെയാണ് പുരുഷന്മാരിലും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു പരിചയവുമില്ലാത്ത ഇൻസ്റ്റാ ഫ്രണ്ട്സ് അല്ലെങ്കിൽ FB ഫ്രണ്ട്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് ഉറപ്പായിട്ടും. ഇത് പിന്നീട് മറ്റു തരത്തിലുള്ള ഈ പറയുന്ന അവിഹിത ബന്ധങ്ങളിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും പോകുന്നു. ഇത് കൊലപാതകങ്ങളിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് കാരണമാകുന്നു. ഇതിൽ നിന്നൊക്കെ മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഭാര്യ ആയാലും ഭർത്താവായാലും തൻ്റെ പാതിയായി ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന വ്യക്തിയെ ഏറ്റവും നല്ലൊരു സുഹൃത്തായി, ഭർത്താവിന് ഭാര്യയെ ഭാര്യയായിട്ട് മാത്രം കാണാതെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഭർത്താവായി മാത്രം കാണാതെ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, തൻ്റെ ആദ്യ സുഹൃത്ത് അല്ലെങ്കിൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ എപ്പം ശ്രമിച്ചു തുടങ്ങുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷനിലേക്ക് വരുന്ന കുടുംബങ്ങൾ ഉറപ്പായിട്ടും അവസാനം വരെ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന നമുക്ക് ചതികളെങ്കിലും ഇല്ലാതായി തുടങ്ങും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഈ പറയുന്ന ഗ്രീഡി അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ചതി പോലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ തമ്മിലുള്ള ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ അവർക്ക് കഴിയും. അതിലപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശാരീരിക ബന്ധങ്ങൾ, ഭർത്താവ് ഭാര്യ എന്നതിലുപരി ആയിട്ട് അവർ വില കൊടുക്കുന്ന ശാരീരിക ബന്ധങ്ങൾക്ക് അപ്പുറമായിട്ട് മനസ്സിൻ്റെ ഒരു ഇഴയെടുപ്പം അവിടെ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മനസ്സിൽ തോന്നുന്ന എന്ത് തരത്തിലുള്ള ഇഷ്ടങ്ങളെയും ഈ പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയും. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എത്തുന്ന സമയത്ത് വേറൊരാളോട് അമിതമായി ഇഷ്ടം തോന്നുകയും എന്തെങ്കിലും ഒരു അടുപ്പക്കുറവ് ഉണ്ടാകുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തുറന്നു പറയാൻ കഴിയും. അവിടെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ അവിടെ പിരിയാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ അവിടെ പക വരുന്നില്ല, അവിടെ ചതി വരുന്നില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി മറ്റൊരു തരത്തിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത പരമാവധി കുറവായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതൊന്നും ഇല്ലാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്കും. ഇനി അപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡ്രഗ്സ് പോലുള്ള, ഈ ഡ്രഗ്സ് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഉറപ്പായിട്ടും വെളിയിൽ നിന്ന് ഒരു യുവാവ് കൊണ്ട് കൊടുക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ആ സോഷ്യൽ മീഡിയ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പരസ്പരം പങ്കിടുന്നതിൽ വരുന്ന ഗ്യാപ്പുകൾ തന്നെയാണ് മറ്റൊരാൾ കുടുംബജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ലഹരി മരുന്നിന് അടിമയായി തീരുന്നതെന്ന് പറയുന്നത്. പുരുഷന്മാരിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഗ്യാപ്പ് തന്നെയാണ് എല്ലാത്തിനും കാരണമായി തീരുന്നതെന്ന് പറയുന്നത്. അപ്പം നല്ല നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, കുടുംബജീവിതത്തിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പം ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളെ മാത്രം ഈ പറയുന്ന തമ്മിൽ അതിന് മാത്രമായിട്ട്
വില കൊടുക്കാതെ അതിലപ്പുറത്തേക്ക് മാനസികമായിട്ടുള്ളൊരു ഇഴയെടുപ്പം ഉണ്ടാക്കിയെടുക്കാനാണ് ഓരോ ഭർത്താവും ഭാര്യയും ശ്രമിക്കേണ്ടതെന്ന് പറയുന്നത്. എന്ത് കാര്യങ്ങളും ആദ്യം ഓടിച്ചെന്ന് പറയാൻ നമ്മുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് ഭാര്യയെ കാണുക, ഭാര്യ ഭർത്താവിനെ കാണുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന മക്കളെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ലോകത്തിൽ അത് കണ്ട് ശീലിക്കുന്നവരാവുന്ന സമയത്ത് അവർക്ക് ഈ ഫാമിലിയുടെ മൂല്യമായി കഴിഞ്ഞാലും മറ്റെന്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ മൂല്യമായാലും അവർക്ക് ഇതിലൂടെ കണ്ടെത്താൻ കഴിയും. അവർ നേരിൽ കാണുന്നത് ഇതൊക്കെയാണ്. അമ്മയും അച്ഛനും മറ്റു മൂലകളിലിരുന്ന് ഫോൺ കുത്തുന്നതിലപ്പുറത്തേക്ക് എപ്പോഴും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, സ്നേഹം പങ്കിടുന്ന അച്ഛനെയും അമ്മയും മുമ്പിൽ കാണുന്ന മക്കളുമാരൊന്നും തെറ്റായ വഴിയിലേക്ക് പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് കണ്ടെത്താനും കഴിയും. അപ്പം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ കുഞ്ഞിൻ്റെ ഭാവി ഇപ്പം എന്തായാലും ഈ സ്ത്രീ ജയിലിലേക്ക് പോകും, അച്ഛൻ മരണപ്പെട്ടു പോയി. അപ്പം ഇതുപോലൊന്നും ചിന്തിക്കാതെ, ഇതുപോലെ നിരവധി വാർത്തകളാണ് നമ്മുടെ കേരളത്തിലടക്കം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഭാര്യ ഭർത്താവ് വന്ന് കള്ളു കുടിച്ചിട്ട് കുത്തിക്കൊല്ലുന്നു, മദ്യപിച്ച് മയക്കുമരുന്നിന് അടിമയായി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഷിബില എന്ന് പറയുന്ന സ്ത്രീ അതിക്രൂരമായിട്ട് ലൈംഗികമായിട്ട് പോലും പീഡിപ്പിക്കുന്ന ഭർത്താവ് എന്നൊക്കെ പറയുന്ന സമയത്ത്, മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവെന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു രൂക്ഷത മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് അമ്മ നഷ്ടപ്പെട്ടു പോയി, അയാളാണെന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിന് അടിമ, ഉറപ്പായിട്ടും ഭാര്യയെ കൊന്നതിൻ്റെ പേരിൽ ജയിലിലേക്ക് ആജീവനാന്തം പോകേണ്ട ഒരു വ്യക്തി. അപ്പം അങ്ങനെ നഷ്ടപ്പെടുന്ന പോകുന്ന പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു സുരക്ഷിത ബോധം അല്ലെങ്കിൽ ഒരു കെയറിങ്, ഇതൊന്നും ഇല്ലാതെ വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതൊന്നും മനസ്സിലാക്കാതെ പോകുന്ന രക്ഷിതാക്കൾ, ഇതൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ മാറണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം സംസാരിക്കുക, ഒരു അടുപ്പം സൃഷ്ടിക്കുക, എന്നിട്ട് ഈ പറയുന്ന കണക്ക് ബാക്കി കാര്യങ്ങൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക.